ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥയൊന്ന് കേട്ടാലോ? അങ്ങനെ നമ്മുടെ ദേവു പറയുന്നുണ്ട്, ഇങ്ങനെ ഗജാനന്ദൻ വന്ന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു സച്ചിയേട്ടനെയും ദേവതി ചേച്ചീനെയൊക്കെ ഉപദ്രവിക്കുന്നതാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ അയാളാണോ എന്ന് ഇങ്ങനെ പറയും. അത് കേട്ടിട്ട് അങ്ങനെ രേവതിയുടെ റൂമിൽ വരുന്നുണ്ട്. അപ്പം രേവതിക്ക് വന്നൊരു പിന്നെ ഓർഡറിനെ പറ്റി പറയുകയാണ് സച്ചിയേട്ട് ഇത് വല്ലതും അറിയുന്നുണ്ടോ? ആരോ അമ്മ എന്നാണ് പറഞ്ഞത്, വിളിച്ചിട്ട് ഓർഡറൊക്കെ എടുത്തിട്ട് അവർ സാധനങ്ങൾ എപ്പോഴാണ് എത്തിച്ച് തരിക എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവരെന്ത് പണി കാണിക്കുന്നുണ്ട്, ഇത് വല്ലതും സച്ചിയേട്ടനെ അറിയണ്ടോയെന്ന് ചോദിക്കും. ഇതൊക്കെ പറയുമ്പോൾ സച്ചിയൊന്നും മിണ്ടാണ്ട് അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുക. പറയും, സച്ചിയേട്ടൻ അത് എവിടെയാണ് എന്ന് പറയും. അപ്പോൾ പറയും, ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും എൻ്റെ ചെവി കേൾക്കില്ല, കാരണം നിന്നെ ഉപദ്രവിച്ചത് അവനാണ്, ആ ഗജാനന്ദനാണ്, അവൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ എൻ്റെ ചെവിയിൽ എന്ന് പറയും. അത് കേട്ടിട്ട് രവിയും വരുന്നുണ്ട്. അപ്പോൾ പറയും, ഗജാനന്ദനോ എന്നൊക്കും. അതേ രേവതി, നിന്നെ ആക്സിഡൻറ്റിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചത് അവനാണ് എന്ന് പറയും. ഇതെങ്ങനെ സച്ചേട്ടൻ അറിഞ്ഞു വയ്ക്കുമ്പോൾ ദേവു പറഞ്ഞു, അവിടെ ചെന്നിട്ട് ഉത്തര അവൻ വെല്ലുവിളിച്ചിരുന്നു, എന്നെ നിന്നെ ഒക്കെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് ഇത്ര പോകുന്നത് എന്ന് പറയും. ഇതവൻ്റെ പണി തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, ഇതവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയും. അപ്പോൾ രവിയും വരും. അപ്പോൾ പറയും, നീ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ലേ മോനെ? അവരാണെങ്കിൽ അന്വേഷിക്കാനും തുടങ്ങിയിട്ടുണ്ടോ? നീ ഒരു കാര്യം ജീവനാണ് നിന്നെ പെടുത്തിയതെന്ന് നമുക്കൊരു കംപ്ലയിൻ്റ് ഒന്നും കൂടെ കൊടുക്കാം. നീ അത് പോയി പറഞ്ഞോ, അല്ലെങ്കിൽ നീ ഉപദ്രവിക്കാനോ നീ തല്ലാനോ കൊല്ലാനോ ഒന്നും പോകണ്ട എന്നൊക്കെ പറയും. എന്നാൽ അത് രേവതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ അതിനൊന്നും പോവല്ലേ അറിയും. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ ഞാൻ പറയുന്നുണ്ടോന്ന് കേൾക്ക്, സച്ചിയേട്ടൻ അതിനൊന്നും പോകണ്ട, നമുക്ക് ആരും കൊല്ലാനും തല്ലാനൊന്നും പോകണ്ട സച്ചിയേട്ടാ എന്നങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ കുറേ രവിയും രേവതിയും കൂടി പറഞ്ഞ് മനസ്സ് മാറ്റുന്നുണ്ട്. അപ്പോൾ പറയും, നീ കേസ് കൊടുത്താൽ മതി, അയാളെയാണ് സംശയം എന്ന് പറഞ്ഞ് പോലീസുകാർ, അപ്പോൾ അവർ വേണ്ടത് ചെയ്തോളും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും പറയുന്നുണ്ട്. അങ്ങനെ രേവതി സ്നേഹത്തോടു കൂടിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സച്ചി ഒരു പൊടിക്ക് ഒതുങ്ങുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പാർക്കിൽ ചെന്ന് പിന്നെ ഇവനോട് പറയുന്നുണ്ട്, ആരോടാ, മറ്റേ ഈശോട് പറയുന്നുണ്ട്. അപ്പോൾ പറയും, നിനക്കറിയില്ല ഇവിടെ ഒരു ഫ്രോഡുണ്ട്, ഗജാനന്ദൻ പലിശയ്ക്ക് പണം കൊടുക്കലാണ് അവന് പണി. അവനാണ് ഒരു പ്രാവശ്യം എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചിട്ട് എന്നെ കുടുക്കിയത്. അതിന് ഞാനവന് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സ്ഥാപനം തന്നെ ഞാൻ പൂട്ടിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരെ പിഴിയലാണ് അവൻ്റെ ജോലി. അവരുടെ ചോര ഊറ്റി കുടിക്കുക അവൻ.